ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു TWS എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് 4th ജനറേഷനാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 3rd ജനറേഷൻ എയർപോഡ്സ് ആയിരുന്നു. ഒരിക്കലും എനിക്കൊരു പ്രോ എയർപോഡ്സിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ബഡുകളാണ്, നമുക്ക് സിലിക്കൺ ടിപ്പുകളാണ്. ആപ്പിൾ എയർപോഡ്സ് എന്ന് പറയുന്നത് ഇതൊരു മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, ലുക്ക് ആൻഡ് ഫീൽ, സൗണ്ട് ആയിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എയർപോഡുകൾ ക്ലിനിക്കലി അടിപൊളിയാണ്. ആൻഡ് ദാറ്റ്സ് ദ എക്സാക്ട് സെയിം റീസൺ വൈ ഐ ചൂസ് ബോട്ടിൻ്റെ കറ്റാന ബ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് കമ്പയർ ടു എൻ എയർപോഡ്. എന്നാൽ ബോട്ടിൻ്റെ ഈ ഒരു TWS തരുന്ന ഒരു ടാക്ടൈൽ മെക്കാനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു എയർപോഡ്സിൽ ലഭിക്കില്ല. കാരണം ഈ ഒരു TWS ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്കാണ്. ഇതൊരു സിങ്ക് അലോയാണ് ഇതിന് കേസിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പം സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഒരു ബ്ലേഡ് ഇങ്ങനെ വെട്ടുമ്പം കേൾക്കുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഈ ഒരു കേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് ഫീഡ്ബാക്ക് ലഭിക്കുക. ഇത് ബോട്ടിൻ്റെ വേർഷൻ 2 ആണ്, കറ്റാന ബ്ലേഡ് വേർഷൻ 2. ഇതിന് വേർഷൻ 1 ഉണ്ട്. അത് ഇപ്പം നമ്മളെ എയർപോഡ്സ് 3rd ജനറേഷൻ അല്ലെങ്കിൽ എയർപോഡ്സ് 4th ജനറേഷൻ പോലെ തന്നെ സിൽക്കൺ ടിപ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നോർമൽ ടൈപ്പാണ്. പക്ഷേ വേർഷൻ 2ലേക്ക് വന്നപ്പം ബോട്ട് ഇതിനൊരു സിൽക്കൺ ടിപ്പും കൂടെ അഡീഷണൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ സിൽക്കൺ ടിപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻ ഇയർ ബഡുകളൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊരു പെർഫെക്റ്റ് മാച്ചാണ്. യൂഷ്വലി ആപ്പിൾ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ ആ ഒരു ഡിസൈൻ സ്ട്രാറ്റജി ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ആ ഒരു മിനിമൽ, എല്ലായിടത്തും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനും ലുക്കും ഫീലും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ബോട്ടിൻ്റെ കറ്റാന ബ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു TWS അതിന് നേരെ വിപരീതമാണ്. ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഞാൻ പറഞ്ഞ പോലെ ഇത് കയ്യിലിരിക്കുമ്പം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാൾ 5 times എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നും. കാരണം ഇതിൻ്റെ ഡിസൈൻ കൊണ്ടാണ്. നോർമലി നമ്മൾ കാണുന്ന എയർപോഡ്സ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ TWS പോലെ ഒരു മിനിമൽ ഡിസൈൻ അല്ല, ബ്ലേഡിൻ്റെ പോലത്തെ ഡിസൈൻ. ആൻഡ് അവിടെ ഇവിടെയും കൊടുത്തിരിക്കുന്ന LED ലൈറ്റുകൾ. ആൻഡ് ഇതിൻ്റെ ബോട്ടത്തിലായിട്ട് USB Type-C ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഈവൻ ദോ ഇതിൻ്റെ ലുക്കും ഫീലും ഒക്കെ ഇങ്ങനെ ആണെങ്കിൽ പോലും ഇത് IPX4 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും നിങ്ങളുടെ സ്വെറ്റ് ഉണ്ടായാലോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴോ എങ്ങനെ യൂസ് ചെയ്താലും കംപ്ലൈൻ്റ് ആകും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് പേടിക്കുകയോ വേണ്ട. 3 ഇതിൻ്റെ ഫിറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എയർപോഡ്സ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന് സിൽക്കൺ ടിപ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കംഫർട്ടബിളി ഇൻ ഇയറിലേക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ. പക്ഷേ ഇതിലേക്ക് വരുമ്പം സിൽക്കൺ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി നോർമലി നമ്മൾ കാണുന്ന പോലത്തെ നമുക്ക് ടൈറ്റായിട്ട് കയറിയിരിക്കുന്ന ഇൻ ഇയറിലേക്ക് ഡീപ്പായിട്ട് കയറിയിരിക്കുന്ന രീതിയിലുള്ള ഒരു സിൽക്കൺ ടിപ്സ് അല്ല. പകരം വളരെ സോഫ്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കീപ്പ് ചെയ്യാൻ സാധിക്കും, ചെവിയിൽ വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിൽക്കൺ ടിപ്പാണ്. 4 ഇതിൻ്റെ സൗണ്ട് ആൻഡ് ബീസ്റ്റ് മോഡ്. സോ ബോട്ട് കറ്റാന ബ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് ഒരു പർട്ടിക്കുലർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതാണ് ബീസ്റ്റ് മോഡ്. നോർമലി നമ്മൾ എയർപോഡ്സ് ഉപയോഗിച്ച് ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുകയോ, പാട്ട് കേൾക്കാനൊക്കെ അടിപൊളിയാണ് എയർപോഡ്സ്. പക്ഷേ ഗെയിം കളിക്കുമ്പം ലേറ്റൻസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നോൺ ആപ്പിൾ ഡിവൈസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ലേറ്റൻസി നമുക്കൊരു ബുദ്ധിമുട്ടാകാം. എന്നാൽ ബോട്ടിൻ്റെ കറ്റാന ബ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നമുക്ക് ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ മോഡ് കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 50 millisecond ഈ ഒരു ലേറ്റൻസിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ അത്ര റെസ്പോൺസീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഗെയിം കളിക്കുമ്പോൾ ലേറ്റൻസി എന്നുള്ള സൗണ്ട് ലേറ്റൻസി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആകാത്ത രീതിയിലാണ് ഈ ഒരു ബീസ്റ്റ് മോഡ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ, അതുകൊണ്ട് തന്നെ ഗൺ ഷോട്ട് ആണെങ്കിലും ഫുഡ് സ്റ്റെപ്സ് ആണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് സിങ്ക് ചെയ്ത് അല്ലെങ്കിൽ പെർഫെക്റ്റ് ബാലൻസിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബഡുകളുടെ സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയുമ്പോൾ ഇതിന് പവർ ചെയ്യുന്നത് ഡ്യുവൽ 10mm ഡ്രൈവുകളാണ്, എലോങ് വിത്ത് ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് പ്രൊഫൈൽ. ഈ ഒരു സൗണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് നോർമലി ഉള്ള പ്രൊഫൈൽ പോലല്ല, കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ബാസ് ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. അതുകൊണ്ട് എയർപോഡ്സിൽ ലഭിക്കുന്ന പോലത്തെ ഒരു ബാലൻസ്ഡ് സൗണ്ട് പ്രൊഫൈൽ അല്ല ഇതിലുള്ളത്. കുറച്ചും കൂടെ ഫൺ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇത്. മ്യൂസിക് ലവേഴ്സിന് ആപ്റ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ, അതുപോലൊപ്പം ഗെയിമിങ്ങിനും ബെസ്റ്റ് പ്രൊഫൈലാണ് ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 4 ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. കാരണം ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബോട്ടിൻ്റെ കറ്റാന ബ്ലേഡ് എന്ന് പറയുന്നത് എയർപോഡ്സിനേക്കാൾ മോർ ഡ്യൂറബിൾ ആണ്. കാരണം ഒരൊറ്റ സിംഗിൾ ചാർജിൽ എയർപോഡ്സ് തരുന്നതിനേക്കാൾ 2 or 3 ഇരട്ടി പ്ലേ ബാക്ക് ടൈമാണ് ഈ ഒരു കറ്റാന ബ്ലേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓൾമോസ്റ്റ് 70 ഹവേഴ്സാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം സിംഗിൾ ചാർജിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾറെഡി മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് 10 മിനിറ്റ്സ് ചാർജിൽ നമുക്ക് 3 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈം ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ആസ് എ ഫൈനൽ വേർഡിക്റ്റ്, ഒരിക്കലും ഈ TWSനെ നമുക്ക് എയർപോർട്സുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓഫ് കോഴ്സ് പ്രൈസ് ഡിഫറൻസ് മാത്രമല്ല, ഇതിൻ്റെ ബിൽ ക്വാളിറ്റി ആൻഡ് സൗണ്ട് പ്രൊഫൈൽസ് അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്ററാണ് എയർപോർട്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു ഗെയിമറാണ്, മൂവി എന്തൂസിയാസ്റ്റാണ്, ലോങ് ടൈം വലിയ ചാർജിങ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്കൊരു സിംഗിൾ ചാർജിൽ ലോങ് ടൈം യൂസ് ചെയ്യാൻ ഒരു TWS ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ബോട്ടിൻ്റെ കറ്റാന ബ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഡെഫിനറ്റ്ലി വർത്ത് ബൈങ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫ്ലിപ്കാർട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വൺ. അൻടിൽ ദെൻ, പീസ്.